ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അധികം അലങ്കാരമൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ഉള്ളിക്കോഴി റെസിപ്പിയാണ് കേട്ടോ. ഈ ഉള്ളിക്കോഴിക്ക് കുറച്ച് ചേരുവ മാത്രം മതി, പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം, നല്ല നാടൻ രുചി കിട്ടുമല്ലോ. അതിനായിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത 1 കിലോ ചിക്കൻ, അതിലേക്ക് 2 സ്പൂണ് കാശ്മീരി മുളക്, 1 സ്പൂണ് കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ നമ്മുടെ മെയിൻ താരമായ ചെറുള്ളി 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി 1 സ്പൂണ്, പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിലേക്ക് ആവശ്യമായ കറിവേപ്പില ഞാൻ മരത്തുമെന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത്. നമ്മുടെ കറിവേപ്പില മുഴുവൻ തിന്ന് തീർക്കണ ആ പച്ചപ്പുഴുവിനെ ഞാനിവിടെ കയ്യോടെ പിടിച്ചിരിക്കുന്നു. ഒരാളൊന്നല്ല കേട്ടോ, കുറേ ആൾക്കാരുണ്ടേ. ഞാൻ അപ്പോൾ കാണിച്ചു തരാം, നോക്കി. കണ്ടോ, ഇനി അടുത്ത ആൾ വേറെ. കണ്ടില്ലേ, അത് ഇത്തിരി ചെറുതാ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കറിവേപ്പില നമ്മളെടുക്കുമ്പോൾ നമ്മൾ എന്തായാലും അതൊന്ന് കഴുകി വൃത്തിയാക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പുഴുവോ ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയില്ല. അപ്പോൾ അതെന്തായാലും കഴുകിയിട്ട് എടുത്താൽ മതി കേട്ടോ. പുഴുവിനെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പപ്പായയുടെ ഇലയില്ലേ, അത് മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ നീര് തളിച്ചു കൊടുക്കാൻ നല്ല, പിന്നെ കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കാം. അങ്ങനെ ചില മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കറിവേപ്പിൻ തൈ ഉണ്ടെങ്കിൽ നമുക്ക് വിഷം തളിക്കാത്ത കറിവേപ്പില ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു തൈയെങ്കിലും നമ്മുടെ അടുക്കള മുറ്റത്ത് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീഞ്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച മെയിൻ താരമായ ഉള്ളിയെ നമുക്ക് അതിലേക്ക് ചേർത്ത് വഴറ്റാം. ചെറുള്ളി ആയതുകൊണ്ട് ചിക്കന് നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ ഇതിൽ ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ സിമ്പിൾ ഉള്ളിക്കോഴി റെസിപ്പി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചില്ലി ഫ്ലേക്സ് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി എൻ്റെ ചാനലിൻ്റെ പേരായ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ കരിഞ്ഞ് നമ്മുടെ ഉള്ളിക്കോഴിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ വേവാൻ ആവശ്യമായ വെള്ളം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി ചിക്കനും ഉള്ളിയൊക്കെ നന്നായി സംയോജിപ്പിച്ച് നമുക്ക് ഇളക്കി കൊടുത്ത് ഒരു 25 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചുകൊണ്ട് ഇവിടെ ചിക്കൻ വേഗം വെന്ത് കിട്ടി. ഈ ഉള്ളിക്കോഴി ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മൂടി തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ചിക്കൻ ആയതുകൊണ്ട് ഗ്രേവി ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ പുതിനയില ഇല്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഉള്ളിക്കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.